പാർട്ടി ലെവി അടയ്ക്കാത്ത ജനപ്രതിനിധികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കില്ല എന്ന് മുസ്ലിം ലീഗ്. വീഴ്ച വന്ന ലെവി ഈ മാസം 20-ന് മുമ്പ് അടയ്ക്കണം എന്നാണ് നിർദ്ദേശം. പാർട്ടി പത്രത്തിന്റെ വരിക്കാരില്ലാത്തവരുടെ വിവരങ്ങളും കൈമാറും. ഫസ്റ്റ് ഓൺ 24 നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, എന്താണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം? എങ്ങനെയാണ് നിഖിൽ? ശ്രീജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇപ്പം 3 ടേം നിബന്ധനയൊക്കെ കൊണ്ടുവന്ന മുസ്ലിം ലീഗ് ഇത്തവണ അല്പം കൂടി നിലപാട് കടുപ്പിക്കുകയാണ്. അതായത് പാർട്ടി ലെവി കൃത്യമായി അടയ്ക്കാത്ത പല ജനപ്രതിനിധികളും ഇപ്പോഴും ഉണ്ട് എന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. എന്ന് മാത്രമല്ല, അവർ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ ബഫഖി തങ്ങളുടെ പേരിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് അതിലേക്ക് 1 മാസത്തെ ഓണറേറിയം നൽകാത്ത ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം തന്നെ ഈ തുക ഈ മാസം 20-നകം അവർ അടച്ചിട്ടില്ലെങ്കിൽ അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്നുള്ള ഒരു തീരുമാനം മുസ്ലിം ലീഗ് നിലവിൽ കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 20 വരെയാണ് അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. അതുവരെ ഈ ലെവി അടയ്ക്കാത്ത ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പാർട്ടി നൽകിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പാർട്ടി മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയുടെ വരിക്കാരല്ലെങ്കിലും അവർ അയോഗ്യരാകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊരു കർശന നിബന്ധനയായി നിലനിർത്താനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അവരുടെ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ചന്ദ്രിക വാർഷിക വരിക്കാരല്ലാത്തവർ, പാർട്ടിക്ക് ലെവി നൽകേണ്ട ജനപ്രതിനിധികൾ, ബഫഖി തങ്ങൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ നിർമ്മാണത്തിന് 1 മാസത്തെ ഓണറേറിയം നൽകാത്ത ജനപ്രതിനിധികൾ എന്നിവരെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യരാക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ നൽകാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന്റെ തീരുമാനമായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു നിർദ്ദേശം. ഇത് ലീഗ് അല്പം കൂടി നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളൊരു തരത്തിലേക്കാണ്, ഒരു കേഡർ സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്കാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. പല ജനപ്രതിനിധികളും ഇപ്പോഴും ഈ ലെവി അടയ്ക്കുന്നതിൽ മുടക്കം വരുത്തിയിട്ടുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മാസം 20 വരെ അതിനൊരു കാലാവധി നിശ്ചയിക്കുകയും അതിനു മുൻപ് ലെവി അടച്ചിട്ടില്ലെങ്കിൽ അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലടക്കം വിലക്കം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ്, അത്തരത്തിലുള്ള ഒരു കർശനമായ നിലപാടിലേക്കാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പാർട്ടി ലെവി കൃത്യമായി അടയ്ക്കാത്ത ജനപ്രതിനിധികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കില്ല എന്ന കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് മുസ്ലിം ലീഗ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.